ജനുവരി 13 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഹിലരി, വിശുദ്ധ അഗ്രേസിയസ്, വിശുദ്ധ ബെർണോ, വിശുദ്ധ ഏലിയൻ, വിശുദ്ധ എനോഗാത്തൂസ്. വിശുദ്ധ ഹിലരി 315-368 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഹിലരി ജീവിച്ചിരുന്നത്. അക്വിറ്റൈനിൽ പോയിറ്റേഴ്സ് എന്ന സ്ഥലത്ത് ഗാല്ലോ റോമൻ കുടുംബത്തിൽ വിജാതീയരായ മാതാപിതാക്കളിൽ നിന്ന് ഹിലരി ജനിച്ചു. മധ്യവയസ്കനായപ്പോഴാണ് ക്രിസ്തുമതം അദ്ദേഹം സ്വീകരിച്ചത്. വിശുദ്ധ ഗ്രന്ഥ പാരായണമാണ് മാനസാന്തരത്തിന് കാരണമായിട്ടുണ്ടായത്. അദ്ദേഹം ക്ലാസിക്കുകളിലും തത്വചിന്തയിലും പരിശീലനം നേടിയ ശേഷം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും അപ്ര എന്ന മകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മാനസാന്തര ശേഷമാണ് ഭാര്യയും മകളെയും കൂടി സ്നാനപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹത്തെ അറിയുന്നവരെല്ലാം ഇങ്ങനെ പറയുകയുണ്ടായി: അവൻ ഒരു സൗഹൃദപരവും ജീവകാരുണ്യ സൗമ്യനുമാണെന്ന്. ഹിലരിയുടെ പഠനങ്ങൾ അദ്ദേഹത്തെ വേദപാരായണത്തിലേക്ക് കൂടുതലായിട്ട് നയിച്ചിരുന്നു. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അവന്റെ പുത്രൻ മനുഷ്യനായി തീർന്നു, മരിക്കുകയും എല്ലാവരെയും രക്ഷിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഭാര്യയോടും മക്കളോടുമൊപ്പം അവരൊന്നിച്ച് ക്രിസ്തുമത വിശ്വാസികളായി മാറിയത്. മാനസാന്തര ശേഷം യഹൂദന്മാരോടും പാഷണ്ഡികളോടും കൂടെ ഭക്ഷണം കഴിക്കുക പോലും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. ക്രമേണ ഈ കാർക്കശ്യം അദ്ദേഹം ഉപേക്ഷിച്ചു. താമസിയാതെ പൗരോഹിത്യം സ്വീകരിക്കുകയും 353 സ്വദേശത്തെ മെത്രാനായി അഭിഷേകപ്പെടുകയും ചെയ്തു. പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം വൈവാഹിക സന്തോഷം അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ക്രിസ്തുവിന്റെ ദൈവികതയെ നിഷേധിക്കുന്ന മതവിരുദ്ധമായ ആര്യനസത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു. വിശ്വാസത്തിന്റെ മഹാനായ സംരക്ഷകനായ വിശുദ്ധ അത്തനേഷ്യസിനെ അപലപിക്കുന്ന ഒരു പേപ്പറിൽ ഒപ്പിടണമെന്ന് കോൺസ്റ്റാൻസിയസ് രണ്ടാമൻ ചക്രവർത്തി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് വിസമ്മതിച്ചു. ചക്രവർത്തി പ്രകോപിതനായി അദ്ദേഹം ഹിലരിയെ ഫ്രിജിയയിലേക്ക് നാടുകടത്തി. അക്കാലത്താണ് പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയുള്ള ഒരു മഹാഗ്രന്ഥം അദ്ദേഹം രചിച്ചത്. 359 സെലൂക്കിയയിലെ സുനഹദോസിൽ പങ്കെടുത്ത് പാഷണ്ഡികളെ ഹിലരി പരാജയപ്പെടുത്തി. അനന്തരം കോൺസ്റ്റാന്റിനോപ്പിൾ, ഇറ്റലി, ഇല്ലിരിയ മുതലായ രാജ്യങ്ങളിൽ കൂടി അദ്ദേഹം ഫ്രാൻസിലേക്ക് തിരിച്ചു വന്നു. 7 കൊല്ലത്തെ ഈ മിഷണറി യാത്രയിൽ ഹിലരി ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കി. അദ്ദേഹം പ്രസംഗിക്കുകയും എഴുതുകയും കഷ്ടപ്പെടുകയും ചെയ്തു. കൂടാതെ ഏരിയൻ ബിഷപ്പുമാരുമായി സംവാദത്തിലേർപ്പെട്ടു. ഹിലരിയുടെ വാദങ്ങളെ ഭയന്ന് ആര്യന്റെ അനുയായികൾ ഹിലരിയെ വീട്ടിലേക്ക് അയക്കാൻ ചക്രവർത്തിയോട് അപേക്ഷിച്ചു. ഹിലരി തന്റെ അധികാരത്തെ തുരങ്കം വയ്ക്കുന്നുവെന്ന് വിശ്വസിച്ച ചക്രവർത്തി അവനെ തിരിച്ചു വിളിച്ചു എന്നാണ് ഹിലരിയുടെ രചനകൾ കാണിക്കുന്നത്. എല്ലാ പ്രവർത്തികളിലും പ്രഭാഷണങ്ങളിലും ഏതെങ്കിലും ദൈവസ്തുതി ചൊല്ലിക്കൊണ്ടേ അദ്ദേഹം ആരംഭിക്കുകയുള്ളെന്ന് നിഷ്ഠയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ദൈവ നിയമങ്ങളെപ്പറ്റി രാപകൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സർവ്വപ്രവർത്തികളും ദൈവസ്തുതിയെ ലക്ഷ്യമാക്കി ചെയ്തുകൊണ്ടിരുന്നു. മർദ്ദനങ്ങളെയും രക്തസാക്ഷിത്വത്തെയും സദാ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. ഹിലരി നിർഭയനായി സത്യത്തെ അനുധാവനം ചെയ്തു പോന്നു. ആര്യൻ പാഷണ്ഡതയും പെലാജിയനിസത്തെയും വീറോടെ എതിർത്തിരുന്ന ഹിലരിയെ വിശുദ്ധ അഗസ്റ്റിൻ വിളിച്ചിരുന്നത് തിരുസഭയുടെ മഹാവേദപാരംഗതൻ എന്നാണ്. ആര്യൻ പാഷണ്ഡതയ്ക്കെതിരായി നിന്ന് ലത്തീൻ സഭയുടെ കാഹളം എന്നാണ് വിശുദ്ധ ജെറോം ഹിലരിയെ സംബോധന ചെയ്തത്. പാശ്ചാത്യ സഭയിലെ അത്തനേഷ്യസ് എന്ന് ഹിലരിക്ക് സ്ഥാനപ്പേരുമുണ്ട്. നിരവധി ബിഷപ്പുമാരുടെ വിശ്വാസം സംരക്ഷിക്കുവാനും അവരുടെ തെറ്റുകൾ തിരുത്തുവാനും ഹിലരി അവരെ സഹായിച്ചിരുന്നു. ചക്രവർത്തി ഹിലരിയെ സമാധാനത്തിന് ഭംഗം വരുത്തുന്നയാൾ എന്നാണ് വിളിച്ചിരുന്നത്. എങ്കിലും വിശുദ്ധരായ ജെറോമും അഗസ്റ്റിനും അദ്ദേഹത്തെ പള്ളികളുടെ അധ്യാപകൻ എന്ന് പറഞ്ഞ് പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്റെ 53ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1851 പിയസ് 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. പിന്നീട് അദ്ദേഹം വിശുദ്ധനാക്കപ്പെട്ടു. ഹിലരി എന്ന പദത്തിന് സന്തുഷ്ടൻ എന്നാണ് അർത്ഥം. സന്തോഷത്തോടെ നിർഭയം അദ്ദേഹം തിരുസഭയെ സേവിച്ചു. ഇതുപോലെ തന്നെ നമ്മുടെ തിരുസഭയെ നമുക്കും സ്നേഹിക്കുവാൻ പരിശ്രമിക്കാം. വിശുദ്ധ ഹിലരി ഈ ലോകത്തുള്ള കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.